ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോണ്ട് വലിയ ഉപകാരമായി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, വേണമെങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടെ നിൽക്കാം. എനിക്ക് ബുദ്ധിമുട്ടില്ല. എടോ, മോക്കൊരു കുഴപ്പമില്ല. തനിക്കെന്തോ വയ്യാഴികയുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോണ്ട. എന്റെ മോളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, അവളെ വിളിക്ക. ഇപ്പൊ തന്നെ വിളിക്ക. ഞാൻ പറയാം അവളോട് തിരിച്ചു വരാൻ. എന്റെ മോളെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാനുണ്ട്, ഞാനുണ്ട് അവക്ക്. എന്റെ മോക്ക് ഞാനുണ്ട്. ഗൂഗിൾ, അവളെ വിളിക്ക്. വിളിക്കാം. എന്റെ മോള് അവളെ കാണാതെ എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. അമ്മേ, എന്റെ മോള് വിളിക്ക്. ഗൂഗിൾ, അവളെ വിളിക്ക. എനിക്ക് അവളെ കാണണം. എന്റെ മോളെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഞാൻ വിളിക്കാം, മോളെ വിളിക്കാം. നമുക്ക് അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ, അമ്മേ, അവളില്ലാതെ എനിക്ക് പറ്റില്ല. നമുക്ക് വിളിക്കാം, മോളെ കാണാം. വാ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് മോളെ കാണാം. വാ, സൂക്ഷിച്ച്. ബാബു, ഓ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് മേഡം. അമ്മ വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? ഇല്ല. നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നിടത്ത് അമ്മ എന്തിനാ വരുന്നേ? ജെനിയും ബാബുവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ഈ കളിപ്പാട്ടങ്ങളൊക്കെ നേരെ വെക്കന്റെ മോളെ, ഇല്ലെങ്കിൽ താഴെ വീണു പോയില്ലേ? സോറി ആന്റി. ഏതാ അമ്മ ആ സ്ഥലം? അതൊരു പഴയ പാലസാ. പണ്ടത്തെ രാജാക്കന്മാരുടെ പാലസ് ആണോ? അതെ, അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാരും പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. എന്താവശ്യത്തിനും ജെനിയും ബാബു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാ. വാ വാ, മോള് കയറിക്കോ. താങ്ക് യു ആന്റി. മക്കളും കയറിക്കോ. ആ, ചിപ്പിമോളിങ്ങി വന്നേ. അമ്മയ്ക്ക് ചിപ്പിമോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? കൂട്ടുകാരുടെ കൂടെ അവിടെ പോയി അടിച്ചു പൊളിക്കുന്നതൊക്കെ കൊള്ളാം. ഇതിനെല്ലാം അമ്മ സമ്മതിച്ചത് മോളുടെ സന്തോഷത്തിന് വേണ്ടിയെന്നറിയാലോ. പക്ഷേ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത ശീലമൊന്നും പഠിച്ചു വെക്കരുത്. അവരെല്ലാം എന്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ അമ്മേ? അവർക്ക് ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. അതൊക്കെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും അമ്മ പറഞ്ഞതേ ഉള്ളൂ. മോള് കയറ്, വാ. ജെനി, അവിടെ ചെന്ന് കുട്ടികൾ കുരുത്തക്കേടൊന്നും കാണിക്കാതെ നോക്കണം. ഗൗരിമോളെ പോലെ അല്ല മറ്റു രണ്ട് കുട്ടികളും. മനസ്സിലായോ? ശ്രദ്ധിച്ചോളാം മാഡം. പുറത്തു നിന്നും ഒരു അപകടവും അവിടെ ഉണ്ടാവില്ല. അതിനുവേണ്ട സെക്യൂരിറ്റീസും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. എങ്കിലും ഇടവും വലവും കുട്ടികളെ ശ്രദ്ധിച്ചു വേണം കൊണ്ടു നടക്കാൻ. ഓക്കെ മാഡം. അതുപോലെ അവരെ തനിയെ വിട്ടിട്ട് അവിടെ എവിടെയൊന്നും മാറി നിൽക്കരുത്. എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടാവണം. ബാബുവിനോടെല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിന്റെ ഉത്തരവാദിത്വ.
എന്തെങ്കിലും വീഴ്ച വന്നാ അറിയാലോ. അറിയാം മാഡം. ശരി, എന്നാ പൊയ്ക്കോ. ശരി മാഡം. ബൈ അമ്മേ. ബൈ. ഓൾ ദി ബെസ്റ്റ്. ബൈ. പതുക്കെ, പതുക്കെ. ഒന്നും പേടിക്കണ്ട. ഡോക്ടറെ കാണുമ്പോ എല്ലാം മാറും കേട്ടോ. എന്റെ മോളെവിടെ? മോളെയൊക്കെ നമുക്ക് പോയി കൊണ്ടുവരാം. ആദ്യം ഡോക്ടറെ ഒന്ന് കാണാം. വാ മോളെ. അമ്മേ ഒന്ന് കൊണ്ടോ. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ടാ വാ അകത്തോട്ടൊന്ന് ആക്കിയാ മതി. ആ. ബാക്കി ഞാൻ കൊണ്ടുകൊള്ളാം. അനന്ത, ഞാനിവിടെ വരാം. വാ. മോനെ, ഏത് ഡോക്ടറെ കാണിക്കുന്നേ? ന്യൂറോയെ കാണിക്കാം. ആദ്യം ഞാൻ പോയി ഒരു OPD എടുത്തിട്ട് വരാം. അമ്മ ഇവിടെ ഇരുന്നോ. ശരി. ആ. ശിശിരയാണല്ലോ വിളിക്കുന്നത്. ഇവിടെ ഇരുന്ന് സംസാരിച്ച ഇവള് കേൾക്കും. അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. മോളെ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. ഹലോ, ഒരു മിനിറ്റ് നിൽക്ക്. ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നുണ്ട്. ആ ആ മോനെ OP ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോണ്ട് വലിയ ഉപകാരമായി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, വേണമെങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടെ നിൽക്കാം. എനിക്ക് ബുദ്ധിമുട്ടില്ല.